Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലം വഴിമുട്ടിയെന്ന് പ്രതിപക്ഷം. എംഎൽഎമാർ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ സഭ യുദ്ധക്കളമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലം വഴിമുട്ടി നിൽക്കുകയാണ്. ഉന്നതരായ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ പോലീസ് സൗകര്യമൊരുക്കുകയാണ്. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ പുറത്തിറങ്ങുമെന്നും എസ്ഐടിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്നും നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം കടുപ്പിക്കുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തെ അവഹേളിക്കുകയാണെന്നും മന്ത്രി എം.ബി. രാജേഷ് തിരിച്ചടിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരിച്ചടി നേരിട്ടതിന്റെ അരിശം പ്രതിപക്ഷം സഭയിൽ തീർക്കുകയാണെന്നും മന്ത്രി പരിഹസിച്ചു. പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച ദിവസം പ്രധാനമന്ത്രി മോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഇവിടെ നാടകം കളിക്കുന്നതെന്നും മന്ത്രി ആഞ്ഞടിച്ചു. ഭരണപ്രതിപക്ഷ വാക്പോരും കയ്യാങ്കളിയും നീണ്ടതോടെ സഭ അനിശ്ചിതത്വത്തിലായി. സ്പീക്കറുടെ എഴുന്നേറ്റുപോക്കും അസാധാരണമാണ്. അൻവർ സാദത്ത് എംഎൽഎയാണ് ഡയസിലേക്ക് ചാടിക്കയറിയത്. ഇതോടെയാണ് സഭ ആദ്യം നിർത്തിയത്. പിന്നീട് 10 മണിക്ക് സഭ വീണ്ടും ചേർന്നു. അപ്പോഴും ബഹളം തുടർന്നു. ഇതോടെ വീണ്ടും സഭ നിർത്തി. ഞങ്ങൾ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ അന്നു മുതൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ്. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ്. സാർ, സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, ചോദ്യം നമ്പർ 91 എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ? അതാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ KJ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സാർ, ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽപ്പെട്ട MLA-മാരെ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുകളിലോട്ട് കയറി സ്പീക്കർ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലാസ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ പത്രങ്ങൾ വാർത്ത വരൂ എന്നുള്ളത് കൊണ്ടാണ് സാർ. സാർ, ഇനി എന്ത് വേണം സാർ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിക്കൽ. സാർ, എന്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? സാർ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, മറുപടി എന്ന് പറയുന്നത് അല്ല, ചോദ്യത്തിൽ പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സാർ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റർ പറഞ്ഞോളൂ. മിനിസ്റ്റർ പറയുന്നുണ്ട്. മിനിസ്റ്റർ പറഞ്ഞോ. ഭരണഘടന അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ.
സാർ 2023-24 അധ്യയന വർഷം മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ്. മിനിസ്റ്റർ ടേബിൾ ചെയ്തോ? Thank you.